ഹലോ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ. പിന്നെ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ശരിക്കും നമ്മൾ ആണുങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി ഒരു പരിധി വരെ. 100% അല്ല, ഞാൻ പറയൂല 100% ആണ്. ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരുപാട് വരാനുണ്ട്. ഇനി ഒരുപാട് നമ്മൾ കാണാനുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ല, കണ്ടു തുടങ്ങുന്നതേതുള്ളൂ. ഇനിയും 10,000 ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാനുണ്ട്. പക്ഷേ ഇവിടെ ഈ കാരണം കൊണ്ട്, ദീപകിൻ്റെ ഈ കാരണം കൊണ്ട് ഇവിടെ കുറച്ചൊരു സ്റ്റോപ്പ് കിട്ടി. അതെന്ന് വെച്ചൊരു ബ്രേക്ക് കിട്ടി. കാരണം ദീപക് മരിച്ചത് ദീപകിന് വേണ്ടി ഞാൻ വിചാരിക്കുന്നില്ല, നിങ്ങളും വിചാരിക്കണ്ട. ദീപക് മരിച്ചത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി ഒരു പരിധി വരെ. കാരണം ദീപക് ഇന്നലെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് തുടർക്കഥ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇതിന് അറുതി വരില്ല, ഇതെവിടെയും സ്റ്റോപ്പാവില്ല, ഇത് കൂടി വരികയുള്ളൂ. കാരണം പിന്നെ ഈ കാണുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ലേഡീസ് അഥവാ ഗേൾസ്, ഇവരൊക്കെ ഇതൊക്കെ കണ്ടുപഠിക്കുകയാണ്. ഇതൊക്കെ കണ്ടുപഠിച്ചിട്ട് പിന്നെ ഇവരുടെ ടാർഗറ്റ്, ഇവരുടെ മൈൻഡിൽ ഉദിക്കുന്ന ഇതാണ്. പിന്നെ ഇവരുടെ ടാർഗറ്റ് എന്നാൽ ഇതുപോലെയാണ്. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റീച്ച് കിട്ടും, അപ്പം നമ്മൾ ഇതേമാതിരി പോവാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ ആണുങ്ങളാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, സ്വസ്ഥമായിട്ടൊരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, സ്വസ്ഥമായിട്ട് ആരോട് സംസാരിക്കാൻ പറ്റില്ല. ഇതെല്ലാവരും ക്യാമറ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ലേ. ക്യാമറ ഇങ്ങനെ പിടിച്ചിരുന്ന് അതിനെ എഡിറ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് വെച്ച് ലാസ്റ്റ് അവനെ ട്രാപ്പിൽ കുണുക്കി. പാപ്പം അവൻ്റെ കുടുംബമില്ല, ഭാര്യയില്ല, മക്കളില്ല, എല്ലാവരും വെറുത്തു തുടങ്ങും. ഇതുപോലത്തെ അവസ്ഥയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കാൻ പോകുന്നതും. പക്ഷേ ഈ സംഭവത്തിൽ നമ്മൾ കുറച്ച് ഒരു 10% നമുക്കൊരു ബ്രേക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ എന്നാലും ഇവരുടെ ഈ പൊട്ട ബുദ്ധി എന്ന് ഞാൻ പറയുള്ളൂ, ഈ കുബുദ്ധി ഇവർ നിർത്തൂല. എന്നുവെച്ചാൽ ലീഗലി ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന് ഇവർ വിചാരം. പക്ഷെ അതാണ് നടക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറി അതാണ്. സോ ടേക്ക് കെയർ എവരിവൺ. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ.